സന്തോഷിക്കാനേ പറ്റില്ല. അപ്പൊ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ സന്തോഷിക്കാൻ ശ്രമിച്ചു നോക്കുന്നു. പക്ഷെ സന്തോഷിക്കേണ്ട ഒരു കാരണം പോലും എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാരണവും എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇന്നിപ്പോ ഈ അതായത് ഈ നൈബർ ആയിട്ടുള്ള ആ മനുഷ്യൻ പറഞ്ഞു, "നീ ഒരു കാര്യം ചെയ്യ്. നമ്മുടെ ഈ പ്രദേശത്ത് ഒരു പ്രായമുള്ള ഗുരുവിനെ പോലെയുള്ള ഒരു പ്രായമുള്ള ഒരു ജ്ഞാനി വന്നിട്ടുണ്ട്. ഒരു വൈസ് പേഴ്സൺ വന്നിട്ടുണ്ട്. നീ അദ്ദേഹത്തെ ഒന്ന് ചെന്ന് കണ്ടു നോക്ക്. ഒരുപക്ഷെ അദ്ദേഹത്തിന് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും." ചെറുപ്പക്കാരൻ വിചാരിച്ചു, "ഓ, ഇനി അതും കൂടെ നോക്കാമെന്ന്" വിചാരിച്ചിട്ട് ആ അടുത്ത ദിവസം അദ്ദേഹം താമസിക്കുന്ന അവിടേക്ക് ചെല്ലുകയാണ്. അപ്പൊ അദ്ദേഹം റൂം അടച്ചിരിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ വെളിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ അകത്തുനിന്ന് ചെറിയൊരു ശബ്ദം പോലെ കേട്ടു. അപ്പൊ അദ്ദേഹം മെല്ലെ ആ വാതിൽ തുറന്നു നോക്കി. അപ്പൊ ഈ ഗുരു ധ്യാനത്തിൽ നിന്നും റിലീസ് ചെയ്ത് ധ്യാനം കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അദ്ദേഹം മെഡിറ്റേഷനിൽ നിന്ന് ഉണർന്നതേ ഉള്ളൂ. അപ്പൊ ഈ ചെറുപ്പക്കാരൻ അകത്തേക്ക് വിളിച്ചു. ചെറുപ്പക്കാരൻ ഗുരുവിന്റെ ഫ്രണ്ടിലേക്ക് ചെന്നിരുന്നു. എന്നിട്ട് ചോദിച്ചു, എന്താണ് നീ വന്നതിന്റെ ഉദ്ദേശം? പറഞ്ഞു, ഇതാണ്, എനിക്ക് ഒന്നിലും സന്തോഷം കണ്ടെത്താനാവുന്നില്ല. എനിക്ക് സന്തോഷം എന്താണെന്ന് പോലും അറിയുന്നില്ല. എന്റെ ചെറുപ്പകാലം മുതൽ അങ്ങനെ തന്നെയാണ്. അപ്പം ഈ ചെറുപ്പക്കാരൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. സന്തോഷിക്കാൻ പറ്റാത്തതിന്റെ റീസൺസ് പറഞ്ഞു. കുറെ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞത് കഴിഞ്ഞപ്പോ ഇദ്ദേഹം എടുത്ത് ഉടനെ ചോദിച്ച ഇതാണ്, ഈ റൂം കണ്ടോ? ഈ റൂമില് ചുവന്ന നിറത്തില് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് എന്നൊക്കെ ഒന്ന് പറയാം. ഈ ചെറുപ്പക്കാരന് പെട്ടെന്നൊരു റീസെന്റ്മെന്റ് ഒക്കെ തോന്നി. ഞാൻ ഇത്രയും വലിയ സങ്കടം, വേദന, പെയിൻ പറയുമ്പോൾ ഇയാളെ ഈ റൂമില് ഗുരുവാണ് ഈ റൂമില് റെഡ് കളർ കാണിക്കാൻ പറയുന്നു. പക്ഷെ ആ മനസ്സിലെ നീരസം ഒളിപ്പിച്ചു വെച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ എന്താ ചെയ്യുന്നറിയാം? റെഡ് കളറ് അവിടെ കിടക്ക് നോക്കിയിട്ട് എണ്ണി പറഞ്ഞു. അപ്പൊ അതിന് മുമ്പ് ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പൊ പറഞ്ഞു, ഇപ്പൊ നിനക്ക് ശ്രദ്ധിക്കാൻ ഒരു അവസരം തരുന്ന നോക്കൂന്ന് പറഞ്ഞു. അങ്ങനെ റെഡ് കളറിൽ കണ്ട കാര്യങ്ങൾ എത്ര എണ്ണമാണ്, എന്തൊക്കെയാണെന്ന് ഗുരുവിനോട് ചെറുപ്പക്കാരൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോ ഓക്കെ, ഗുഡ്, നല്ലത്. അപ്പോൾ എന്നിട്ട് ചെറുപ്പക്കാരൻ വെച്ച്, ഇപ്പൊ എനിക്ക് എന്റെ പ്രശ്നത്തിന്റെ ഉത്തരം കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചു. നെക്സ്റ്റ് മൊമെന്റില് ഈ ഗുരു ചെറുപ്പക്കാരനോട് പറയാണ്, ഇനി ഈ റൂമില് നീ നേരത്തെ റെഡ് നോക്കിയല്ലോ, റെഡ് തെരഞ്ഞല്ലോ, നീ അത് എണ്ണിയല്ലോ, അപ്പൊ നീല നിറത്തിൽ കണ്ട കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചായിരുന്നു? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ റെഡ് മാത്രമല്ലേ നോക്കിയുള്ളൂ, നീല നിറത്തിൽ ഇവിടെ എന്തെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. എങ്കിലും ഇനി ഒരിക്കൽ കൂടി ഒരു അവസരത്തിൽ നീല നിറം എന്തൊക്കെ നീല നിറത്തിൽ കാണുന്നു എന്ന് നോക്കാം. അത് നോക്കിയപ്പോ കുറേ റെഡിനേക്കാൾ അതിൽ കൂടുതൽ, അതിന്റെ ഇരട്ടി നീല നിറത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ട്. അത് അയാളെ ശ്രദ്ധിച്ചതേ ഇല്ല. അയാൾക്ക് അതിശയം തോന്നി, ഇത്രയും മീൻ ഉണ്ടായിരുന്നു. ഒരു 9 എണ്ണമാണ് റെഡ് കളറിലെ ഒബ്ജക്റ്റ് അയാൾ എണ്ണിയെങ്കിൽ ഒരു 18 എണ്ണത്തിലധികം നീല നിറത്തിലുള്ള സാധനങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ ഗുരു പറഞ്ഞു, ഇതാണ്, നീ എന്താണോ തിരയുന്നത് അത് മാത്രമേ നിനക്ക് ലഭിക്കുകയുള്ളൂ. നീ ആദ്യം ഞാൻ നിന്റെ അടുത്ത് ചുവന്ന കളർ തരാൻ പറഞ്ഞുകൊണ്ട് നീ ചുവന്ന കളർ കണ്ടുപിടിച്ചു. ആ റെഡ് കളർ നിനക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ റെഡ് കളർ മാത്രമേ നീ കണ്ടുള്ളൂ. പക്ഷെ അപ്പോഴും നീല നിറത്തിലുള്ള കാര്യങ്ങൾ നീ കാണാതെ പോയി. ജീവിതം ഇങ്ങനെയാണ്. നീ വേദനകളും അല്ലെങ്കിൽ സങ്കടങ്ങളും മാത്രമാണ് തിരയുന്നതെങ്കിൽ, അതിലേക്ക് മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, അതിനപ്പുറത്ത് വരുന്ന സന്തോഷങ്ങൾ നീ കാണാതെ പോകും. സന്തോഷം നമ്മൾ ഏതിനാണോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ഏതാണോ നമുക്ക് കൂടുതൽ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്, അതാണ് നമുക്ക് ലഭിക്കുക. അപ്പൊ നമ്മളുടെ ലൈഫിൽ ഇതുപോലെയാണ്. ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് ഹാപ്പിനെസ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. നമ്മളെപ്പോഴും നമ്മൾക്കുള്ള ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ സങ്കടങ്ങളിൽ മാത്രം നോക്കിയിരിക്കും. അതുകൊണ്ടാണ് ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നത്. പിന്നെ ഹ്യൂമൻ ബീയിങ് ടെൻഡ് ടു ബിക്കം സാഡ്, അല്ലെങ്കിൽ സങ്കടത്തിലേക്ക് വഴുതി വീഴാനുള്ള എല്ലാ ടെൻഡൻസിയോടും കൂടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അത് നമുക്ക് ഉള്ളതാണ്, നമ്മളിൽ ഉള്ളതാണ്. അത് നമ്മളത് അതിൽ നിന്ന് നമ്മളൊരു മാറ്റം നമ്മൾ ഇനിഷ്യേഷൻ എടുത്താൽ മാത്രമേ സംഭവിക്കുക. ഇപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ശാസ്ത്രീയമായി സയന്റിഫിക്കലി ഹാപ്പി ആയിരിക്കാനുള്ള മെത്തേഡ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അല്ലാതെ തന്നെ നമുക്ക് സന്തോഷമായിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേർക്ക് അതിനെക്കുറിച്ച് അറിയുന്നവരുണ്ട്. കോച്ചുമാരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ സന്തോഷമായിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സന്തോഷം ലഭിക്കും എന്ന് ഉള്ളത് നിങ്ങൾക്കൊന്ന് പറയാമോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. സന്തോഷം ലഭിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്താൽ സന്തോഷം ഉണ്ടാവും? ഇതൊരു കോൺവെർസേഷൻ ആണ്. നമ്മൾ ഈ വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടുന്നത് പരസ്പരം നമുക്ക് ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്, അല്ലാതെ ഒരാൾ മാത്രം പറയുന്നത് കേൾക്കാനല്ല.
ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം, വലിയ ചാറ്റ് ബോക്സിൽ ഇടാം. എന്തൊക്കെയാണ് സന്തോഷം തരുന്ന കാര്യം? കോച്ചുമാർ ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാം. എന്തൊക്കെയാണ് നമുക്ക് സന്തോഷം തരുന്നത്? ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. വെരി ഗുഡ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏർപ്പെടുക, അത് സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നെ സന്തോഷം തരുന്ന കാര്യം എന്തൊക്കെയാണ്? Live in the moment. ഉപയോഗിക്കുമ്പോ റീഡിംഗ്, മെഡിറ്റേഷൻ, സ്കിൽ ഡെവലപ്മെന്റ്. സൂപ്പർ. ടൈം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ. സൂപ്പർ. നമ്മൾ പറയും റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നെസ് എന്ന് നമ്മൾ പറയും, മറ്റുള്ളവരെ സഹായിക്കുന്നത്. അത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എനർജി കൂടി വരുന്ന പോലെ തോന്നും. കറക്റ്റ്. നമുക്ക് അമേരിക്കയില് അതായത് 60കളിലാണ് ഈ റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നെസ് എന്ന് പറയുന്നൊരു ചലഞ്ചാണ്. ഈ ബക്കറ്റ് ചലഞ്ച് എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ? പല ചലഞ്ചുകളും ഉണ്ട് ഇന്ന്. ഐസ് ബക്കറ്റ് ചലഞ്ച്, ബക്കറ്റ് ചലഞ്ച്, ഫുൾ വാട്ടർ ചലഞ്ച്, ബിരിയാണി ചലഞ്ച്, അങ്ങനെ എത്ര ചലഞ്ചുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്? ചലഞ്ചുകളെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ? ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സർവത്ര ചലഞ്ചുകളാണ്. ഫോക്കസ് ഓൺ തിങ്സ് വിച്ച് യു ഹാവ്. യെസ്, നമുക്കുള്ളതിൽ ഫോക്കസ് ചെയ്യുക. സെൽഫ് ലവ്. സൂപ്പർ ഷിജി, സൂപ്പർ. ഈ ചലഞ്ചുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരിടയ്ക്ക് ഹെയർ ഡൊണേറ്റ് ചെയ്യുന്നൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ സാരി ചലഞ്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇങ്ങനെ ഏതെങ്കിലും ചലഞ്ചുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചലഞ്ച്, ആ ടേം കേട്ടിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ വളരെ വളരെ യെസ്. ഏതെങ്കിലും ഒരു ചലഞ്ചിനെ കുറിച്ച് നിങ്ങൾ കേട്ട ഏതെങ്കിലും ഒരു ചലഞ്ചിനെ കുറിച്ച് പറയാമോ? യെസ്, പായസം ചലഞ്ച്, ബക്കറ്റ് ചലഞ്ച്. യെസ്, ബക്കറ്റ് ചലഞ്ച്. പല ചലഞ്ച് ഉണ്ട്. വേക്കൻഡ് ചലഞ്ച്, 3 weeks 21 days വേക്കൻഡ് ചലഞ്ച്, സെൽഫ് ലവ് ചലഞ്ച്. ചിലപ്പോൾ ട്രൈബുകൾ ചില ചലഞ്ചുകൾ വെക്കാറുണ്ട്. ദെൻ സ്റ്റോപ്പ് ക്രിറ്റിസിസം ചലഞ്ച്, അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. മെഡിറ്റേഷൻ ചലഞ്ച്, യെസ്. ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച്, യെസ് ഓഫ് കോഴ്സ്. ഒരുപാട് ചലഞ്ചുകളുണ്ട്. ഈ ചലഞ്ചുകളുടെയൊക്കെ ആദ്യം വരുന്നത് ഇതിനകത്ത് വളരെ മുൻപ് 60കളിൽ വന്ന ഒരു സൂപ്പർ ചലഞ്ച്. അത് ചലഞ്ച് എന്നുള്ള ടേം അതിനകത്ത് കോയിൻ ചെയ്തിട്ടില്ല, പക്ഷെ അന്ന് 60കളിൽ വന്നൊരു കാര്യമാണ് റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നെസ് എന്ന് പറയുന്ന സംഭവം. അതായത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അവിടെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം അന്ന് ഈ നമ്മുടെ ഈ ടോളൊക്കെ ഉണ്ടല്ലോ, വളരെ നീണ്ട ക്യൂ ആണ്, കിലോമീറ്ററോളം നീണ്ട ക്യൂ ആണ് ഈ ടോളുകളിൽ. അപ്പോ ആ ടോളുകളിൽ ചിലപ്പം ഒരു ടോളൊക്കെ തന്നെ ഇപ്പോഴാണെങ്കിൽ ഒരു 4 ലൈൻ, 5 ലൈൻ, 6 ലൈൻ റോഡ് വരുമ്പോൾ അത്രയും നമ്പർ ഓഫ് ടോൾസ് ഉണ്ട്. ഈവൻ കൊച്ചിയിലും കേരളത്തിൽ തന്നെയുണ്ട് ഒരുപാട് ടോളുകൾ. 2 സൈഡിലും അല്ലെങ്കിൽ 4 സൈഡിലും ക്യാബിൻ ആക്കിയിട്ട് ടോളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നേരം വാഹനങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. പക്ഷെ വളരെ മുൻപ് 60കളിലും 70കളിലൊക്കെ ആണെങ്കിൽ ഒരു ടോളൊക്കെ കാണുള്ളൂ. അപ്പൊ ഒരു പ്രോവിൻസിൽ നിന്ന്, US-ന്റെ ഒരു പ്രോവിൻസിൽ നിന്ന്, ഫ്ലോറിഡയിൽ നിന്ന് അടുത്തൊരു പ്രോവിൻസിലേക്കൊക്കെ പോകണമെങ്കിൽ മണിക്കൂറുകളോളം ടോളിൽ കിടക്കും. അപ്പൊ കിടന്നിട്ട് ഓരോരുത്തരും ചെന്ന് അവിടെ പേയ്മെന്റ് ചെയ്ത്, എന്നിട്ട് വണ്ടി ഇറങ്ങിപ്പോയി പേയ്മെന്റ് ചെയ്യണമായിരുന്നു. പേയ്മെന്റ് ചെയ്ത് റെസിപ്റ്റ് വാങ്ങിയിട്ട് പിന്നെ ആ ചെക്ക് പോസ്റ്റ് കാണിക്കുമ്പോൾ അവർ ഓപ്പൺ ചെയ്ത് കൊടുക്കും, പോകും. ഇങ്ങനെയാണ്. അപ്പൊ സമയമെടുക്കും, ഒത്തിരി സമയമെടുക്കും. ഒരാള് പേയ്മെന്റ് കഴിഞ്ഞിട്ട് പോയിട്ട് തൊട്ട് പിന്നാലെ അടുത്ത ആള് ചെല്ലുമ്പോൾ നീണ്ട ക്യൂ ഉണ്ട്. ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഈ പേയ്മെന്റ് കൊടുക്കുന്നതിനാണ്. അപ്പൊ ഇപ്പം ഒരാൾ മുന്നേ പോയി, അത് കഴിഞ്ഞ് അടുത്ത ആള് ചെല്ലുമ്പോൾ ആ ക്യാബിനിൽ ഇരുന്ന ആള് പറഞ്ഞു, സാർ താങ്ക് യു, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് എനിക്ക് തൊട്ട് മുമ്പ് പോയ ആള് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കറിയില്ലല്ലോ ആരാണ് അയാൾ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ആ ക്യാബിനിൽ ഇരുന്ന ആള് പറഞ്ഞു, ആളുടെ ഐഡന്റിറ്റി ഞങ്ങൾക്കും അറിയില്ല. അദ്ദേഹം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പുറകെയുള്ള 99 പേര്, അതായത് 100 പേരുടെ പേയ്മെന്റ് അദ്ദേഹം അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഓരോരുത്തർ വരുമ്പോഴും ഈ ക്യാബിന്റെ ഇരുന്ന ആൾ അവരോട് പറയുന്നത്, നല്ല സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു ഇവർ പോവാണ്. ഈ 100 പേരും അന്നത്തെ ദിവസം റിസർച്ച് പറയുന്നത് അവര് ഈ 100 പേരും അനദർ ഇതിന് പറയുന്ന പേരാണ് റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നെസ്. അതായത് ഒരു നന്മ പ്രവൃത്തി ചെയ്തു. ഈ 100 പേരും പല നന്മ പ്രവർത്തികൾ ആ ഒരു ദിവസം തന്നെ ചെയ്തു എന്നാണ് പറയുന്നത്. അതൊരു കണ്ടേജിയസ് ആണ് റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നെസ്. അത് നമുക്ക് വല്ലാത്തൊരു സന്തോഷം തരുന്ന ഒരു പ്രവൃത്തിയാണ്. നമുക്ക് അങ്ങനത്തെ റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നെസ് ചെയ്യാൻ ഉള്ള സാധ്യത ഉണ്ടായാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് അവർ സ്പ്രെഡ് ചെയ്യും. നമുക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ
ഒരുപാട് റീൽസ് നിങ്ങൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കണ്ടു കാണും. ഇപ്പം ഒരു അതായത് വീക്കായിരിക്കുന്ന ഒരു ഓൾഡ് ലേഡിക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ, വീട്ടിൽ എല്ലാ ദിവസവും ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ റീൽസിലൂടെ കണ്ടിട്ടുണ്ട്. റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നസിന്റെ പല വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഓർഡിനറി ലൈഫിൽ സന്തോഷം കിട്ടാൻ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. ആരെങ്കിലും നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നസ് ചെയ്യാം? ഒരു മെത്തേഡ് പറയാം. നമ്മുടെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ, ഇവിടെ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് പറയാം. ഇത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന ആൾക്കാർക്കും സന്തോഷം കൊടുക്കും, നമ്മൾക്ക് രണ്ടു കൂട്ടർക്കും ഡോപ്പമൈനും സെറോട്ടോണിനും പ്രൊഡ്യൂസ് ചെയ്യും. ഇവര് അത് മൾട്ടിപ്ലൈ ചെയ്യും. ഇവര് പോയി വേറൊരാൾക്കും സന്തോഷം കൊടുക്കും. ഒരു മാം, നമ്മുടെ ബർത്ത്ഡേസിലെല്ലാം നമ്മൾ ഈ അനാഥuള്ളവർക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ബർത്ത്ഡേ അവിടെ വെച്ച് കേക്ക് മുറിക്കുക എന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഒരു സേർ ഉണ്ടായിരുന്നു. ആ സേർ അങ്ങനെ ചെയ്യുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫീലാ അവിടെ ചെന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് കേക്ക് മുറിച്ച് അവർക്ക് ഭക്ഷണദാനം എല്ലാം ചെയ്യുമ്പോൾ. ഇങ്ങനെ അനാഥാലയത്തില്ലേ, ഈ ഓൾഡ് ഏജ് ഹോംസ്. പക്ഷെ അത് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ദിവസത്തേക്ക് മാത്രം അവിടെ പോയി ചെയ്യുന്നതിനോട് നല്ല കാര്യമാണ്. പക്ഷെ നമുക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പോകണമെന്നാണ് പറയുന്നത്. ഞാൻ കൊല്ലത്ത്, എനിക്ക് എന്നെ അറിയുന്നവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും, കൊല്ലത്തുള്ള ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും, പുനർജനി എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഒരു ഓർഗനൈസേഷൻ നടത്തിയിരുന്നു കുറെ കാലം. ഞാൻ എല്ലാ ദിവസവും ഞാൻ അന്ന് കൊല്ലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഓഫീസ് കഴിഞ്ഞിട്ട് അവിടെ പോവും. സ്ത്രീകളെ മാത്രമേ, 10-22 സ്ത്രീകളുണ്ടായിരുന്നു. എൻ്റെ വീടിന്റെ കുറച്ച് അപ്പുറത്തായിരുന്നു ഈ ഒരു സ്ഥാപനം. അവിടെ പോവും. അത് അനാഥരുണ്ട്, പിന്നെ ആലംബമില്ല നിരാലംബരുണ്ട്, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട്, മെന്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട്, ഉപേക്ഷിച്ചവരാണ് ഇതെല്ലാം. അതിനകത്ത് വളരെ പൂർണ്ണ ആരോഗ്യവതിയായ ഒരു ഉമ്മയെ, 5 ആൺമക്കളുള്ള ഒരു ഉമ്മയെ കൊണ്ട് അവിടെ കൊണ്ടുപോയി തള്ളിയ കേസ് വരെയുണ്ട്. എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത് പറഞ്ഞ ഒരു സ്ത്രീ സ്വന്തം മകളെ, 16 വയസ്സുള്ള ഒരു പെൺകുട്ടി അവിടെ കൊണ്ടിട്ടിട്ട് പിന്നെ അവർ തിരിച്ചു വന്നിട്ടില്ല. ആ പെൺകുട്ടിക്ക് നടക്കാൻ പറ്റില്ല. അതുപോലെ അവർക്ക് യൂറിനേറ്റ് ചെയ്യുന്നവർക്ക് അറിയില്ല. അപ്പൊ ഇരിക്കുന്ന ഇതില് യൂറിനേഷൻ നടക്കുന്നു. അവൾക്ക് അത് പറയാൻ പറ്റില്ല, സംസാരിക്കാൻ കഴിയാത്ത, നടക്കാൻ കഴിയാത്ത. ഒന്നും ആലോചിച്ച് നോക്കി. അങ്ങനത്തെ അവളുടെ ഒരു പ്രാവശ്യം ഞാൻ ചെന്ന് നോക്കുമ്പോൾ കുട്ടിയുടെ ജനറൽ പാർട്സ് എല്ലാം ഇങ്ങനെ അഴുകിയിട്ട്, കാരണം നമ്മൾ അവരെ കെയർ ചെയ്യാൻ നിർത്തുന്ന സ്ത്രീകൾ അത്രയും ശ്രദ്ധിക്കണമെന്നില്ല. ഇതിനെ പൊക്കിയെടുത്ത് ഒരു ഡെറ്റോൾ ഒക്കെ ഒഴിച്ച് 3-4 ചരുവത്തിനകത്ത് വെള്ളത്തിൽ ഇരുത്തി കഴുകി വാഷ് ചെയ്തെടുത്ത് ക്ലീനാക്കി വെച്ചു. അത് സത്യം പറഞ്ഞാൽ അതൊരു റംസാന്റെ ബിരിയാണി കൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഇത് ഈ സീൻ കാണുന്നത്. മണ്ണിലിരിക്കുകയാണ് ഈ കുട്ടി, 14 വയസ്സുള്ള പെൺകുട്ടി. അപ്പൊ ഇത് അത് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒക്കെ, നമുക്ക് ബർത്ത്ഡേ വരെ കാത്തു നിൽക്കരുത്, നല്ല ദിവസം വരെ നമ്മൾ കാത്തു നിൽക്കരുത്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റൂ അത് നമ്മൾ ചെയ്യണം. അത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. നമുക്ക് അപ്പോഴും നമ്മൾ തിരിച്ചറിയും, നമുക്ക് നടക്കാൻ പറ്റുന്നു, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു, നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നു. ഇതൊന്നും ഇല്ലാത്തവരുടെ വേദന നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നൊരു സാഹചര്യം, റിയലൈസേഷൻ ഉണ്ടാവും. ഒരു ട്രാൻസ്ഫോർമേഷൻ പോലും ചിലപ്പോൾ സംഭവിക്കും ഇത് കണ്ടും കേട്ടും കണ്ടും. അപ്പൊ അത് നല്ല കാര്യമാണ് ജസ്റ്റ്. പക്ഷേ നമ്മൾ ഡെയിലി പറ്റുന്നിടത്തോളം ചെയ്യാൻ ശ്രമിക്കുക. സന്തോഷം കിട്ടും, ഉറപ്പായിട്ട് സന്തോഷം കിട്ടും. നമ്മൾ ഈ സെൽഫ്ലെസ് ആയി കഴിഞ്ഞാൽ സന്തോഷം ഒരുപാട് കിട്ടും. എന്റേത് അതൊന്ന് വിട്ടു കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ഒന്നിന്റെ അവകാശത്തിന്, സ്ഥായിയായ അവകാശം നമുക്ക് ഉപയോഗിക്കാൻ ഒരു അവകാശവും ഇല്ല. അത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റും. വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷം ലഭിക്കുക. ഒന്നും പിടിച്ചടക്കി വെക്കുമ്പോൾ നമുക്ക് സന്തോഷം, സ്നേഹം പോലും വിട്ടുകൊടുക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ലഭിക്കുക. ഇത് പാരന്റ്സ് കുട്ടികളെ ഇങ്ങനെ വളർത്തി നമ്മുടെ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരാൾക്ക് സ്മൈല് കൊടുക്കുന്നതിന് വലിയ സന്തോഷം തന്നെ. ഇപ്പം ഒരു റൈറ്ററുടെ എഴുതിയ ആളുടെ പേര് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞാണ്, എനിക്കെതിരെ വന്ന അന്ധൻ പോലും എൻ്റെ ജീവിതത്തിലേക്ക് പ്രകാശം ചൊരിഞ്ഞു വന്നിട്ടുണ്ട്. ആ വ്യക്തിയോട് പോലും എനിക്ക് നന്ദിയും കടപ്പാടുമുണ്ട്. എനിക്കെതിരെ വന്ന അന്ധൻ പോലും. ആ അന്ധൻ എന്നുള്ള വാക്ക് ഞാൻ എടുത്ത് പറഞ്ഞത്, അങ്ങനെയുള്ള ആള് പോലും, ആളുടെ പോലും നമ്മൾ എനർജി, പോസിറ്റിവിറ്റി സ്വീകരിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നസ് ചെയ്യാം, നല്ല പ്രവൃത്തി, സെൽഫ്ലെസ് ആകാം, നല്ല ചിന്തകൾ കൊടുക്കാം, ഗ്രേറ്റ്ഫുൾ ആകാം, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവരെയും. ഇതൊക്കെ നമുക്ക് നല്ലതാണ്. ഞാൻ ഇന്ന് പറയാം, പക്ഷേ സന്തോഷത്തിന് പറയാൻ പോകുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്.
ഞാൻ അതിലേക്ക് കിടക്കുകയാണ്. പ്രാക്ടിക്കലായിട്ട് സന്തോഷം എങ്ങനെയൊക്കെ ലഭിക്കും. അപ്പൊ നമുക്ക് കോൺഫിഡൻസ് കിട്ടാനും ഇത് നല്ലതാണെന്ന് പറഞ്ഞത്. അതിന് കോൺഫിഡൻസിന് ഡോസെറ്റ് എന്ന് പറയുന്ന 4 DOSET ഡോസെറ്റ് എന്ന് പറയുന്ന 4 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതായത് ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ, ടെസ്റ്റോസ്റ്റെറോൺ. ഇത് 4 സ്റ്റിമുലേറ്റ് ചെയ്താൽ നമ്മൾക്ക് നല്ല പെർഫോമൻസ് ഉണ്ടാക്കാം, ഹാപ്പി ആയിരിക്കാം, എനർജറ്റിക് ആയിരിക്കാം, എന്തൂസിയാസ്റ്റിക് ആയിരിക്കാം, ഭയങ്കര പ്രൊഡക്റ്റീവ് ആകും, ക്രിയേറ്റിവിറ്റി കൂടും, കോൺഫിഡൻസ് ലെവൽ ഹൈ ആകും. അതാണ് ഈ ഡോസെറ്റ്. ടെസ്റ്റോസ്റ്റെറോണും കൂടെ അത് ഒരു സെക്സ് ഹോർമോൺ ആയിട്ടാണ് പറയുന്നത്, പക്ഷെ അത് കോൺഫിഡൻസ് തരുന്നൊരു ഈവൻ അത് സ്ത്രീകളിലുമുണ്ട്. പക്ഷെ സ്ത്രീകളിൽ അത്രത്തോളം അതിന്റെ പുരുഷന്മാരിലുള്ള അത്ര ടെസ്റ്റോസ്റ്റെറോൺ ഇല്ല, കുറച്ചുകൂടി പ്രശ്നം കുറവാണ്. പക്ഷേ അത് ഇപ്പം അതിന്റെ ഒരു 50s 40s മെനോപോസ് ഒക്കെ ആയി കഴിയുമ്പോൾ ടെസ്റ്റോസ്റ്റെറോണിന്റെ ക്വാണ്ടിറ്റി കുറയും. അത് കുറയുമ്പോൾ നമുക്ക് വളരെ ലേസിനെസ്സും, ഈവൻ പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ അതിന്റെ അളവ് കുറച്ച് കുറഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് ടയേർഡ് ആവുക, ലേസ്നെസ് ആവുക, ഒരു മടി ഉണ്ടാവുക, ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥ ഉണ്ടാകും. അപ്പൊ അതിന്റെ ടെസ്റ്റുകൾ ഇപ്പൊ അവൈലബിൾ. ടെസ്റ്റോസ്റ്റെറോൺ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ കുറവുണ്ടെങ്കിൽ അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ട് മാത്രം അത് എടുക്കുന്നവരുണ്ട്. എന്റെ കുറെ കോച്ചിങ്, പേഴ്സണൽ കോച്ചിങ് വരുന്ന VVIPകൾ, സെലിബ്രിറ്റീസ് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു സെലിബ്രിറ്റി ഒരിക്കൽ ചോദിച്ചു, എനിക്ക് ഈ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ ടെസ്റ്റോസ്റ്റെറോൺ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ അളവ് വളരെ കുറവാണ്. പിന്നെ അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞ നേരിട്ട് ഡോക്ടറെ പറഞ്ഞു, ഇത് നമുക്ക് മെഡിറ്റേഷനിലൂടെ അത് കൂട്ടാൻ പറ്റും. ഞാൻ പറഞ്ഞു അത് നടക്കുന്ന കാര്യമല്ല. മെന്റലി മനസ്സിന് നമുക്കിപ്പം എൻഡോർഫിനും ഓക്സിറ്റോസിനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ടെസ്റ്റോസ്റ്റെറോൺ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് വളരെ റെയർ ആയിട്ടാണ് ഫുഡിൽ, നാച്ചുറൽ ഫുഡിൽ നമുക്ക് ലഭിക്കുക. മറ്റത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് പറയുന്ന ഡോസ്, ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ, ഈ 4 സാധനങ്ങൾ, 4 പോസിറ്റീവ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്നത്, ഇത് 4 നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. Why should we stimulate our brain by getting all these dopamine, oxytocin, serotonin, endorphin? ഇതാണ് ഞാൻ പറയാം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് പ്രയോജനം. ഓക്കെ, ഒരുപാട് കോച്ചുമാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയാം. ഫസ്റ്റ് ഡോപ്പമൈൻ. ഇതിനെ ലവ് ഹോർമോൺ എന്നാണ്, മോട്ടിവേഷൻ ഹോർമോൺ എന്നാണ് ഡോക്ടർ പറയുന്നത്. നമുക്ക് മോട്ടിവേറ്റഡ് ആകാൻ മോട്ടിവേഷൻ തരുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമൈൻ. അപ്പൊ നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്ന എപ്പോഴായിരിക്കും? നമ്മൾ എപ്പോഴാണ് മോട്ടിവേറ്റഡ് ആകുന്നത്? എപ്പോഴാണ് നമ്മൾ വെൻ വി ആർ മോട്ടിവേറ്റഡ് ബൈ ourselves. പുറത്തുനിന്നൊരു സന്തോഷം, മോട്ടിവേഷൻ അല്ല, ഇൻസ്പിറേഷൻ എന്നാണ് പറയുന്നത്. മോട്ടിവേഷൻ ഫ്രം ഔട്ട്സൈഡ് ആണ്, ഇൻസ്പിറേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ നമ്മൾ മോട്ടിവേറ്റഡ് ആകുമ്പോഴാണ് ഡോപ്പമൈൻ സെക്രീഷൻ ഉണ്ടാകുന്നത്. അത് നമ്മൾ ഏതെങ്കിലും ഒരു ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ, ഒരു ചെറിയ കാര്യങ്ങൾ, ഒരു ടാസ്ക് ഫിനിഷ് ചെയ്യുമ്പോൾ ഡോപ്പമൈൻ സ്റ്റിമുലേഷൻ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, രാവിലെ എഴുന്നേറ്റ് ബെഡ് മേക്കിംഗ് ഫസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റി, ബെഡൊക്കെ വിരിച്ചിട്ട് ഷീറ്റൊക്കെ മടക്കി വെച്ച് പില്ലോ ഒക്കെ കറക്റ്റ് ആക്കി വെച്ച് കഴിയുമ്പോൾ ഒരു ടാസ്ക് ഫുൾഫിൽ ചെയ്യും. അവിടെ കുറച്ച് ഡോപ്പമൈൻ പ്രൊഡക്ഷൻ നടക്കും. നമ്മൾ ഇട്ടിട്ട് വെറുതെ എഴുന്നേറ്റങ്ങ് പോയാൽ അത് നമുക്ക് മിസ്സാവും. അങ്ങനെ ഓരോ ടാസ്കും ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും ഫുൾഫിൽ ചെയ്യുന്ന സമയത്ത് ഡോപ്പമൈൻ ഉണ്ടാകും. നമ്മൾ ചെറിയ ചെറിയ ഗോളുകളാക്കി, വലിയ ഗോളുകളെ ചങ്ക് ഇറ്റ് ഡൗൺ എന്ന് പറയുന്നത് കൊണ്ടാണ്, കുഞ്ഞു കുഞ്ഞു ഗോളുകളാക്കിയിട്ട് ഡെയിലി ആ ഓരോ ചെറിയ സ്മോൾ ഗോളെങ്കിലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡോപ്പമൈൻ ഉണ്ടാകും. ചെറിയ ഗോൾ അച്ചീവ് ചെയ്താൽ മതി. ദെൻ ഇത് എന്തുകൊണ്ടാണ് ആ ഗോൾ അച്ചീവ് ചെയ്യുമ്പം ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്ത് ചോദിച്ചാൽ, ആ സമയം ബ്രെയിൻ കൊടുക്കുന്ന ഒരു റിവാർഡാണ്. ആ കൊള്ളാം, മിടുക്കൻ മിടുക്കി, ഇത് നീ ചെയ്ത് കഴിഞ്ഞു, ഒരു റിവാർഡ് കൊടുക്കുന്നതാണ് ഈ ഡോപ്പമൈൻ സെക്രീഷൻ. ഏതൊരു ടാസ്ക് ഫുൾഫിൽ ചെയ്യുമ്പോഴും, ഒരു ഗോൾ അച്ചീവ് ചെയ്യുമ്പോഴും നമുക്ക് ഡോപ്പമൈൻ പ്രൊഡക്ഷൻ ഉണ്ടാകും. അപ്പൊ നമുക്ക് എത്ര ടാസ്ക് ഒരു ദിവസം നമുക്ക് ഫിനിഷ് ചെയ്യാമെന്ന് നോക്കുക. ഏതൊക്കെ ഗോള് ഫിനിഷ് ചെയ്യാം. അപ്പൊ മാക്സിമം ഗോളുകൾ അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ബോർഡ് ഉണ്ടാക്കുക, അപ്പൊ ഇന്ന് ചെയ്യാനുള്ള ടാസ്ക് എഴുതിയിടുക, അല്ലെങ്കിൽ ഗോൾ എഴുതുക, അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പേരെഴുതിയിടുക. എന്നിട്ട് ഓരോന്ന് ചെയ്യുമ്പോഴും ഒരു ടിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര എനർജി ആയിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും.
ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്റ്റിമുലേറ്റ് ഇൻസ്പയർഡ് ആവും. നമ്മളറിയാതെ നമ്മളെ സന്തോഷിക്കണമെന്ന് നമ്മുടെ ബ്രെയിൻ വിചാരിക്കും. ബ്രെയിൻ എപ്പോഴും പെയിൻ ആൻഡ് പ്ലഷർ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. ബ്രെയിന് പെയിൻ എടുക്കുന്ന കാര്യങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് സന്തോഷം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മളതിനെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അതിനെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, ഹൈജാക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ് നമുക്കിത് ഇതുണ്ട്? നമ്മൾ ചെറിയ ഗോൾ സെറ്റ് ചെയ്ത് വെക്കണം. അതിനെ സ്മോൾ ചങ്ക്സ് ആക്കണം, ചെറിയ ചെറിയ ഗോളുകളാക്കി മാറ്റണം. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഫീൽ ദ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്. അതാണ് നമുക്ക് എവരിഡേ ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് കിട്ടും. ഈ ചെറിയ ചെറിയ ഗോളുകൾ വെച്ച് ചെറിയ കാര്യങ്ങൾ. ഇപ്പോൾ റീഡിങ് എ പേജ്, 1 പേജ് എ ഡേ, അത് വായിച്ചു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷവും സാറ്റിസ്ഫാക്ഷനും കിട്ടും. കാരണം നമ്മൾ അക്കംപ്ലിഷ് ചെയ്തൊന്ന് ബ്രെയിൻ നോട്ടീസ് ചെയ്യും. നമ്മൾ എഴുതിയിടുന്നു, ടിക്ക് ഇട്ടു. മെഡിറ്റേറ്റ്, ഡെയിലി മെഡിറ്റേറ്റ്, കംപ്ലീറ്റ് മൈ മെഡിറ്റേഷൻ, ടിക്ക് ഇട്ടു. ഓ, അടുത്ത ഡോപ്പമൈൻ സെക്രേഷൻ വരും. എക്സസൈസ്, 30 മിനിറ്റ്സ് എക്സസൈസ്, ടിക്ക്, വീണ്ടും സന്തോഷം. ഈ 5 ടിക്കൊക്കെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ആ ദിവസം ഭയങ്കര സംഭവമായിരിക്കും. നാച്ചുറലി നമുക്ക് എങ്ങനെയൊക്കെ ഡോപ്പമൈൻ കൂട്ടാം? എഗ്ഗ് കഴിക്കുന്നത് നല്ലതാണ്. ഗ്രീൻ വെജിറ്റബിൾസ് ധാരാളം കഴിച്ചാൽ ഡോപ്പമൈൻ കുറച്ച് കിട്ടും. ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണ്. കോഫി, ഫിഷ്, ചിക്കൻ, സ്ട്രോബെറീസ്, നട്ട്സ്, ഇതെല്ലാം ഡോപ്പമൈൻ ബൂസ്റ്റ് ചെയ്യുന്ന നാച്ചുറൽ വേസ് ആണ്. അടുത്തത് ഓക്സിറ്റോസിൻ. ഇതിന് അറ്റാച്ച്മെന്റ് മോളിക്യൂൾ എന്നാണ് പറയുന്നത്, ഓക്സിറ്റോസിൻ, അല്ലെങ്കിൽ ലവ് ഹോർമോൺ എന്ന് പറയും. യഥാർത്ഥത്തിൽ ലവ് ഹോർമോൺ ഓക്സിറ്റോസിൻ ആണ്. നമ്മളെ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ, നിങ്ങൾ പ്രണയിച്ചിട്ടുള്ളവർക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവുമായിട്ട് ആഴത്തിൽ സ്നേഹം ഉണ്ടായിരിക്കുന്നവർക്ക്, നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കും. അപ്പൊ ഈ പ്രണയത്തിലും കുട്ടികൾ പറയുന്നതൊക്കെ, എനിക്ക് ലോകത്തെ ആരെയും പേടിയില്ല, പരസ്പരമൊക്കെ പറയുക, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ധൈര്യശാലി ഞാനാണ്. പ്രണയത്തിൽപ്പെടുന്നവർ ഈ ഒട്ടും ഡേഞ്ചറസ് കോഷ്യന്റെ അല്ല. അവര് ഈ ഓവർ കോൺഫിഡൻസ്, പ്രണയത്തിന്റെ ബലം കൊണ്ടാണ് ഇവർ ഇത്രയും ധൈര്യം ഉണ്ടാവുന്നത്, കറേജ് ഉണ്ടാവുന്നത്. അപ്പോ സ്നേഹം നമുക്ക് തരുന്ന, നമ്മളെ സ്നേഹിക്കപ്പെടാൻ ആളുണ്ട്, അല്ലെങ്കിൽ സ്നേഹം തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഓക്സിറ്റോസിൻ സ്നേഹിക്കുന്ന സമയത്ത് ധാരാളം ഓക്സിറ്റോസിൻ, ഡോപ്പമൈൻ ഉണ്ടാവും, സ്നേഹത്തില് സെക്രീഷൻ നടക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോ പോസിറ്റീവ് ആയിട്ടുള്ള സോഷ്യൽ ഇന്ററാക്ഷൻ, നല്ല ട്രൈബിന്റെ ഒരു പാർട്ടാണെങ്കിൽ നമുക്ക് അവിടെ ഓക്സിറ്റോസിൻ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. നല്ല ട്രൈബ്, ഒരുപാട് പേര് നമ്മളെ കാണുന്നു, നല്ലൊരു പോസിറ്റീവ് ട്രൈബിന്റെ ഒരു പാർട്ടാണ്. അപ്രീസിയേഷൻ ലഭിക്കുന്നു, നമ്മൾ എൻകറേജ് ചെയ്യുന്നു, പരസ്പരം എൻകറേജ് ചെയ്യുന്നു, അവിടെ ഓക്സിറ്റോസിൻ ഉണ്ടാവുന്നു. ദെൻ എൻകറേജ് യുവർ ഫ്രണ്ട്. ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് അവരെ എൻകറേജ് ചെയ്തു. അപ്പൊ എൻ്റെ ലൈഫ് കോച്ചിങ്ങിന്റെ ബാച്ചിൽ അറിയാം, അവർ പരസ്പരം നന്നായിട്ട് എൻകറേജ് ചെയ്യും, അപ്രീഷിയേറ്റ് ചെയ്യും. അവിടെയുള്ള 1-2 പേര് ഇതിനകത്തുണ്ട്. പരസ്പരം ഒരാൾ ചെയ്യുന്ന ഏത് കാര്യം അതൊരു വളരെ നല്ല. അപ്പം നമ്മള് രസം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൊടുക്കുന്നവർക്കും ഓക്സിറ്റോസിൻ ലഭിക്കും, സ്വീകരിക്കുന്നവർക്കും ലഭിക്കും. ഈ ഡോസ് 4-ലും അങ്ങനെ, എൻഡോർഫിൻ ഒഴിച്ച് 3-ലും അങ്ങനെയാണ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ ഞാൻ ഈ ഗ്രൂപ്പിലുള്ള ഖുഷ്ബുവിനെ അടുത്ത്, ഞാൻ ഖുഷ്ബു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഖുഷ്ബുവിന്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, അല്ലെങ്കിൽ ഖുഷ്ബു ഞാൻ ചെയ്തൊരു കാര്യം സന്തോഷം തോന്നി, എന്നെ അപ്രീഷിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന 8 പേരുണ്ട്. 28 പേര്, 27 പേർക്കും ഈ ഡോപ്പമൈൻ സെറോട്ടോണിൻ സെക്രീഷൻ നടക്കും. കേട്ടോണ്ടിരുന്നാൽ പോലും നമ്മൾക്ക് ആ ഒരു പോസിറ്റിവിറ്റിയും ആ ഒരു സന്തോഷവും ലഭിക്കുമെന്നാണ് സയൻസ് റിസർച്ച് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ കൊളീഗ്സുമായിട്ട് നന്നായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് ഉള്ളവരാണെങ്കിൽ സ്മൈൽ ചെയ്യുമ്പോൾ ഓക്സിറ്റോസിൻ ഉണ്ടാവും. നന്നായിട്ട് ചിരിച്ചാല്, അതിൽ ഉറക്കെ ചിരിച്ചാല്, ആളുകൾക്ക് കോംപ്ലിമെന്റ്, ഒരാൾ ഒരു നല്ല ഡ്രസ് ഷർട്ട് ഇട്ടിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു നല്ല ചുരിദാർ ഇട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് നന്നായിട്ട് ഏതെങ്കിലും ഒരു വിവാഹത്തിനോ എവിടെയെങ്കിലും പോകാൻ വേണ്ടി റെഡി വരുമ്പോൾ ഭാര്യ നല്ല പട്ട് സാരിക്കുന്നത്, നന്നായിട്ടുണ്ടാകും, ഈ സാരിക്കുന്നത് നല്ല ഭംഗിയാണല്ലോ, ഓക്സിറ്റോസിൻ ഉണ്ടാവും. ആ സന്ദർഭങ്ങളൊന്നും മിസ് ചെയ്യരുത്. നമുക്ക് ഒരു ചെലവില്ല സന്തോഷത്തിൽ സയന്റിഫിക്കലി ലഭിക്കുന്ന സാഹചര്യങ്ങളാണത്. അത് നമുക്ക് ചെയ്യാം. ദെൻ ഒരു നമ്മളെ വർക്ക് പ്ലേസ് ക്ലീൻ ആക്കി വെച്ചാൽ ഓക്സിറ്റോസിൻ ഉണ്ടാവും. വർക്ക് പ്ലേസ് ഡിസ്ഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്ന വർക്ക് പ്ലേസ് ആണെങ്കിൽ നമുക്ക് അത് ഉണ്ടാകും. പക്ഷെ നമ്മൾ അടുക്കി പെറുക്കി നീറ്റാക്കി വെക്കുക, അത് വളരെ നമ്മൾ ഹാപ്പി ആയിരിക്കണം. കാരണം ആ എംപ്റ്റി സ്പേസിൽ ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടാവും.
മിസ്റ്റപ്പ് ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് എനർജി സ്ക്യൂസ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ മിനിമലിസ്റ്റിക് എന്ന് പറയുന്ന മിനിമലിസ്റ്റിക് കോൺസെപ്റ്റ് ഇന്ന് ലോകമെമ്പാടും ഉപയോഗിക്കാൻ കാര്യം എന്ന് പറയുന്നത്, എത്രത്തോളം ഒരു വീട്ടില് എംപ്റ്റി സ്പേസ് ഉണ്ടോ അത്രത്തോളം പോസിറ്റീവ് എനർജി അവിടെ ഉണ്ടാവും എന്ന് പറയുന്നു. വാരി വലിച്ചിടുന്ന, ക്ലട്ടർ ചെയ്ത് കിടക്കുന്ന, മെസ്റ്റപ്പ് ആയിട്ട് കിടക്കുന്ന സ്ഥലത്തുള്ള ആളുകൾക്കും അവിടുത്തെ നെഗറ്റീവ് എനർജി എഫക്ട് ചെയ്യും. അപ്പം നമ്മൾ ഓർഗനൈസ്ഡ് ആക്കി വെക്കുന്നത് നമുക്ക് സന്തോഷം തരും. കോമഡി ഷോ കാണുന്നത് സന്തോഷം തരും. ഞാൻ ചില ദിവസമൊക്കെ രാത്രിയിൽ എന്റെ ചിലപ്പോൾ 10-11 മണിക്ക് ആവും ചിലപ്പോൾ ഞാൻ 11:30 ആവും കിടക്കുമ്പോൾ. എന്നാലും കുറച്ചു നേരം ഒരു 5 മിനിറ്റെങ്കിലും ഏതെങ്കിലും ഒരു കോമഡി, ഞാൻ സ്ഥിരം കാണുന്ന ഒരു കോമഡി ഇതുണ്ട്, കോമഡി ഷോ ആണ്. 2 പേര് മാത്രം, അവരുടെ പേര് എനിക്കറിയില്ല. ഒരു പൊക്കം കുറഞ്ഞ വണ്ണം കുറഞ്ഞ ഒരാളും കുറച്ച് പൊക്കമുള്ള ഒരാളും, ഇവർ രണ്ടുപേരുടെയും കോമ്പിനേഷനിൽ കോംബോയിൽ വരുന്ന ഒരു കോമഡി ഭയങ്കര രസമാണ്. നിങ്ങൾ ആരെങ്കിലും അത് കാണുന്നുണ്ടോ എനിക്കറിയില്ല. അവർ രണ്ടുപേരുടെ പേര് എനിക്കറിയില്ല. പേരിനി ശ്രദ്ധിക്കണം. ഞാൻ ഇങ്ങനെ വെറുതെ ഒരു 5 മിനിറ്റ് ഒക്കെ കാണും, 3-4 മിനിറ്റ് കാണുമായിരിക്കും. പിന്നെ മെഡിറ്റേഷൻ, പിന്നെ ഉറക്കം. പക്ഷെ ഇതെനിക്ക് ഭയങ്കര സന്തോഷം തരും കേട്ടോ. ഞാനിപ്പോ ആലോചിക്കുമ്പോൾ ഓക്സിറ്റോസിൻ സുന്ദരമായിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടും കോമഡി ഷോ കാണുമ്പോൾ. അങ്ങനെയുള്ള ചാൻസ് കളയരുത്. പെറ്റ്, ഏതെങ്കിലും പെറ്റിനെ വളർത്തിയ, അപ്പൊ പൂച്ചയോ അല്ലെങ്കിൽ ഡോഗോ എന്താണെങ്കിലും, ഈവൻ ബേർഡ്സിനെ വളർത്തുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. പെറ്റിനെ വളർത്തിയാൽ സ്നേഹിച്ചാൽ ഫിസിക്കൽ പ്രോക്സിമിറ്റി നമുക്ക് സന്തോഷം തരും. ഫിസിക്കൽ പ്രോക്സിമിറ്റി എന്ന് വെച്ചാൽ നമ്മളെ ബോഡിയുമായിട്ടുള്ള കെയർ, ബോഡി കെയർ. ഇപ്പോൾ മസാജ് ഫിസിക്കൽ പ്രോക്സിമിറ്റിയാണ്. ഫേഷ്യൽ, സ്ത്രീകളെ ഫേഷ്യൽ ചെയ്യുന്നത് ഫിസിക്കൽ പ്രോക്സിമിറ്റിയാണ്. പിന്നെ നമ്മളിപ്പോൾ തൈലമായിട്ട് തടകുക, എണ്ണ തേച്ച് കുളി, ഇതൊക്കെ ഫിസിക്കൽ പ്രോക്സിമിറ്റി, ബോഡിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ഓക്സിറ്റോസിൻ തരുന്നതാണ്. ദെൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് സന്തോഷം, സയന്റിഫിക്കലി ബ്രെയിൻ സന്തോഷം പ്രകടിപ്പിക്കും, സന്തോഷത്തിന്റെ സ്റ്റിമുലി തരും, നമ്മൾ ഹാപ്പി ആയിരിക്കും. ഇത് നാച്ചുറലി ഓക്സിറ്റോസിൻ എവിടെ നിന്നൊക്കെ കിട്ടും? വൈറ്റമിൻ ഡി എന്നാണ് ഇത് കിട്ടുന്നത്. ഇതിനെ ഹാപ്പി വിറ്റമിൻ എന്നാണ് പറയുന്നത്, വൈറ്റമിൻ ഡി. സൺലൈറ്റ് കിട്ടും. ഓഫ് കോഴ്സ്, എന്തുകൊണ്ടാണ് ഈ കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് ഡിപ്രഷൻ വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, മുടി കൊഴിച്ചിൽ, ഡിപ്രഷൻ വന്നതിന് കാരണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. ഇപ്പം ഈ ലാബുകളിലൊക്കെ ചെറിയൊരു പ്രശ്നമായിട്ട് ചെന്നാൽ എനിക്കൊരു സന്തോഷമില്ല, മടിയാണെന്നൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം പറയും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാൻ പറയും. അത് നല്ലതാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും. അപ്പം അത് നമുക്ക് സന്തോഷത്തിന് കെടുത്തൽ, ഡിപ്രഷനിലേക്കൊക്കെ പോകും. ഫാറ്റി ഫിഷ്, ദെൻ മഷ്റൂം, വൈറ്റമിൻ സി, ഇതൊക്കെ നമ്മൾ കഴിക്കണം. മെഗ്നീഷ്യം ചേർന്നത്, പംകിൻ കഴിക്കുന്നത്, ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത്, ഇതൊക്കെ ഞാൻ ഡിപ്രഷൻ പേഷ്യൻസിനൊക്കെ ചിലപ്പോഴൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുക, അതൊരു സ്റ്റിമുലിയാണ്, ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് നാച്ചുറലി ഓക്സിറ്റോസിൻ ലഭിക്കാനുള്ള വഴികളാണ് ഞാൻ അടുത്തത് സെറട്ടോണിൻ. DOSE ആണ് സെറട്ടോണിൻ. ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ. സെറട്ടോണിൻ എന്ന് പറയുന്ന കാം ആൻഡ് ലീഡർഷിപ്പ് ഹോർമോൺ എന്നാണ് പറയുന്നത്. നമുക്ക് ഒരുപാട് കാംനെസ് വരും, പീസ് ഓഫ് മൈൻഡ് വരും, നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉണ്ടാകുമ്പോഴേ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സെറട്ടോണിൻ. ഒരു ഫീൽ ഗുഡ് ഹോർമോൺ എന്നാണ് അതിനെ പറയുന്നത്. നോർമലി അത് ഗട്ടിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമുക്ക് 3 ബ്രെയിൻ ഉണ്ടെന്നാണ് ലേറ്റസ്റ്റ് സയൻസ്, ലേറ്റസ്റ്റ് റിസർച്ച് വരുന്നത്. ഗട്ട് ബ്രെയിൻ, ഹാർട്ട് ബ്രെയിൻ ആൻഡ് ബ്രെയിൻ. തലയിലുള്ള യഥാർത്ഥ ബ്രെയിൻ, ഹാർട്ടിലൊരു ഹാർട്ട് ബ്രെയിൻ, നമ്മുടെ ഇമോഷണൽ സെന്റർ. ദെൻ ഗട്ട് ബ്രെയിൻ, വയറിലെ, അതാണ് ഇൻറ്റ്യൂഷൻസ് തരുന്ന ഗട്ട് ബ്രെയിനിന്. ഒരാളെ കാണുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യം, ഒരു കത്തല്, ആളൻ, അല്ലെങ്കിൽ ഒരു ഷോക്കിംഗ് ഇൻസിഡന്റ് വരുമ്പോൾ വയറ്റിൽ നിന്ന് കത്തിക്കൊണ്ടു, ഒരു വയർ കത്തിപ്പോയി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അവിടെ ഒരു ഗട്ട് ബ്രെയിൻ ഉണ്ട്. ഒരുപാട് ന്യൂറോൺസ് ആ ഗട്ട് ബ്രെയിനിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഇൻറ്റ്യൂഷൻസ് ഒക്കെ നമുക്ക് ലഭിക്കുന്ന അവിടെ നിന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഈ സെറട്ടോണിൻ നമുക്ക് ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. നന്നായിട്ട് ഉറങ്ങുക. ഉറക്കം കുറയണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, സങ്കടം വരും, ആവശ്യമില്ലാത്ത ഒരു ഫ്രിക്ഷൻ മൈൻഡിനകത്ത് ഉണ്ടാകും, റെസ്റ്റ്ലെസ് ആകും. ചിലപ്പോൾ ബയോളജിക്കലി ഒരിക്കലും അഡ്വൈസബിൾ അല്ല ഉറക്കം കുറച്ച് വർക്ക് ചെയ്യുന്നത്. ഉറക്കം ഇപ്പൊ ഷീസർ പോലെയുള്ള മെഡിക്കൽ കണ്ടീഷൻ പോലും വരും. മെഡിക്കൽ സ്റ്റുഡൻസ് ഒരുപാട് പേര് എന്റെ അടുത്ത് കണക്ട് ചെയ്യുന്നത്, പാരന്റ്സ് കണക്ട് ചെയ്യാറുണ്ട്. അവർ പറയുന്ന ഇതാണ്, സെക്കൻഡ് ഇയർ ആണ്, തേർഡ് ഇയർ ആണ്, ഇവിടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഉറക്കം ഒഴിക്കുന്നു. ചിലർക്ക് ലൈഫിൽ ഇതുവരെ ഷീസർ വരാത്തൊരു ഷീസർ വന്നിട്ടുണ്ട്.
അപ്പൊ ഇങ്ങനെ പറയുന്ന ഈവൻ എം ഡി പഠിക്കുന്ന 2-3 കുട്ടികൾ, അവർക്ക് ഇതേപോലെ വർക്കുകൾ വെച്ചിരുന്ന് പഠിക്കുക, എന്നിട്ട് ടീച്ചർ വരിക. മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഇടയിൽ ഇതൊരു സ്ഥിരം സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ഉറക്കൊഴിയുന്നത് കൊണ്ടാണ്. ബെറ്റർ സ്ലീപ്പ് അത്യാവശ്യമാണ്. നമുക്കൊരു ലൈഫിൽ പർപ്പസ് ഉണ്ടാകണം. അത് നമുക്ക് സെറട്ടോണിൻ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് രാവിലെ എഴുന്നേൽക്കാനും ഓരോ വർക്ക് ചെയ്യാനും. ചില ആൾക്കാരാണെങ്കിൽ ഇപ്പൊ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്തിട്ട് പിന്നെ വെറുതെ ഇരിക്കുക. ഡെലിഗേറ്റ് ചെയ്താൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. പക്ഷെ നമ്മൾ നമ്മൾ പുതിയ കാര്യങ്ങൾ ആലോചിക്കും, പുതിയ കാര്യങ്ങൾ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യണം, പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. വെറുതെ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഓക്യുപ്പൈഡ് ആയിരിക്കണം, നമുക്കൊരു പേർപ്പസ് ഉണ്ടാകണം. ദെൻ റൈറ്റിംഗ് ചെയ്യാം, എഴുത്ത് നല്ലതാണ്, ഗാർഡനിങ് നല്ലതാണ്, സെറട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഗാർഡനിങ് നല്ലതാണ്, വെക്കേഷനും സ്റ്റേക്കേഷനും നല്ലതാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് പുറത്തു പോവുക, സംസാരിച്ചിരിക്കുക നല്ലതാണ്. സേ താങ്ക് യു, അതുപോലും സെറട്ടോണിൻ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്നും ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സെറട്ടോണിൻ. എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആകുന്നു അത്രത്തോളം സെറട്ടോണിൻ. അതുകൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഹാപ്പി ആയിരിക്കുന്നു. ഒരു നെഗറ്റീവ് പേഴ്സൺ, ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും നെഗറ്റീവ് ആവില്ല എന്ന് പറയുന്നതിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മൾ ഹാപ്പി ആയിരിക്കുന്നത് ഈ സെറട്ടോണിൻ പ്രൊഡക്ഷൻ നടക്കുന്നത്. നാച്ചുറലി നമുക്കത് എങ്ങനെയാണ് ലഭിക്കുന്നത്? അതൊന്ന് ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന അമിനോ ആസിഡിന്റെ രൂപത്തിലാണ്. ഡയറക്റ്റ് കുടിക്കുന്നുണ്ട്, പക്ഷെ ബനാനയിൽ അതുണ്ട്. ടർക്കി ബനാന കഴിക്കുന്ന നമ്മൾ സാധാരണ പറയാറുണ്ട് ഡിപ്രഷൻ പേഷ്യൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ബനാന ഇൻബിറ്റ്വീനൊക്കെ കഴിക്കാൻ പറയുന്നതുകൊണ്ടാണ്. ധാരാളം സെറട്ടോണിൻ അടങ്ങിയിട്ടുണ്ട്. ദെൻ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഒരു സ്മോൾ എമൗണ്ട് കാർബോഹൈഡ്രേറ്റ്. ഇപ്പോൾ ചിലർ മറ്റേ ഡയറ്റ് നോക്കുന്നവരുണ്ടാവും. അപ്പോൾ ആ ഡയറ്റിൽ എന്താണ്, ആ ഡയറ്റിന്റെ പേരെന്തായിരുന്നു? നമ്മള് നോൺ വെജ് മാത്രം കഴിക്കുന്ന ഡയറ്റ്, ഫെമിലിയർ അല്ലേ അതിന്റെ പേര്? കീറ്റോ. യെസ്, കീറ്റോ. കീറ്റോ കഴിക്കുന്നവരുടെ ഇടയിൽ ഡിപ്രഷൻ ഉണ്ടാകും എന്നുള്ളൊരു പഠനം വരുന്നുണ്ട്. അത് കാരണം കാർബ്സ് കഴിക്കാത്തതുകൊണ്ട്. ഒരു ചെറിയ എമൗണ്ട് കാർബ്സ് ഡെയിലി എടുക്കുന്നത്, ഇപ്പം റൈസ് അല്ലെങ്കിൽ വീറ്റ്, ഓട്സ്, അങ്ങനെ ഒരു സ്മോൾ എമൗണ്ട് ഡെയിലി കഴിക്കുന്നത് സെറട്ടോണിൻ നാച്ചുറലി കിട്ടാൻ നമ്മളെ സഹായിക്കും. അടുത്തതാണ് എൻഡോർഫിൻ. എൻഡോർഫിൻ സൂപ്പർ സാധനമാണ് കേട്ടോ. ഇതൊരു ഡിറ്റർമിനേഷൻ ഹോർമോൺ എന്നാണ് പറയുന്നത്. സക്സസ് ആൻഡ് ബ്ലിസ് ഹോർമോൺ എന്ന് പറയും. നമുക്ക് ഒരുപാട് സക്സസ് കിട്ടും, വിജയം ഉണ്ടാക്കും, ആനന്ദം ലഭിക്കുന്ന ഒരു ഹോർമോണാണ് എൻഡോർഫിൻ എന്ന് പറയുന്നത്. ഇത് കിട്ടാനുള്ള ഒറ്റ സോഴ്സേ ഉള്ളൂ, നമ്മൾ ബോഡി മൂവ് ചെയ്യണം. വെൻ യുവർ ഫിസിയോളജി ചേഞ്ച് യുവർ സൈക്കോളജി വിൽ ചേഞ്ച് എന്നാണ് പറയുന്നത്. നടക്കുക, ഓടുക, എക്സസൈസ് ചെയ്യുക, എന്തെങ്കിലും ജസ്റ്റ് നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് സ്ട്രെച്ച് ചെയ്യുക. ഇൻബിറ്റ്വീൻ തോട്ടിരിക്കുക. ഞാനിങ്ങനെ തോട്ടിരിക്കുന്ന ഒരാളാണ്, പക്ഷെ ഇൻബിറ്റ്വീൻ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യും. അതല്ലെങ്കിൽ പുറത്ത് പോയി വെളിയിലോട്ടൊക്കെ ഒന്ന് നോക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ വെള്ളം കുടിക്കുക, അതൊക്കെ ചെയ്തിട്ടായിരിക്കും തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പം ഓഫീസാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ കണ്ടിന്യൂസ് ഇരിക്കുന്നത് നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കും. കണ്ടിന്യൂസ് ഇങ്ങനെ ഇരുന്നിരുന്ന് വരുമ്പോൾ ഈ സെറട്ടോണിൻ, ഓക്സിറ്റോസിന്റെ പ്രൊഡക്ഷൻ, എൻഡോർഫിന്റെ പ്രൊഡക്ഷൻ ഒട്ടും ഇല്ലാതെ വരും, മൂവ്മെന്റ് ഇല്ലാതെ വരുന്നത്. ഇതിന് സ്പോർട്സ് ഐറ്റം ഏതെങ്കിലും ഓപ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു ടീം സ്പോർട്സ് വളരെ എനർജി തരും. ജിമ്മിൽ പോയാലും മതി, ഒരു ടീമായിട്ട് ഏതെങ്കിലും സ്പോർട്സ് ചെയ്യണമെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ വാക്കിംഗ് സാധാരണ വാക്കിംഗ് അല്ല, പവർ വാക്കിംഗ് ചെയ്യണം, സ്പീഡിൽ നടക്കണം. മെഡിറ്റേഷൻ നല്ലതാണ്. ഡാൻസ് തെറാപ്പി വളരെ നല്ലതാണ്. ഞാൻ ഒരുപാട് സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡാൻസ് തെറാപ്പി. അങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളിലൂടെയാണ് നമുക്ക് എൻഡോർഫിൻ ലഭിക്കുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത്, സന്തോഷം ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, തലച്ചോറിന് എക്സ്റ്റേണലി കൊടുക്കുന്ന പുഷ് കൊണ്ട് നമുക്ക് കിട്ടുന്ന സന്തോഷമാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ മൈൻഡ് സെറ്റ്. നമ്മൾ സന്തോഷിക്കണോ വേണ്ടയോ എന്ന് നമ്മളെ തീരുമാനം എടുക്കണം സന്തോഷിക്കാൻ. ഒരു ചെറുപ്പക്കാരൻ, അയാൾ ഒറ്റയ്ക്ക് ഒരു ഭ്രാന്തനെ പോലെ ജീവിക്കുന്ന ഒരാളുണ്ട്. അയാൾക്ക് ആരുമില്ല. ചെറുപ്പത്തിൽ തന്നെ അയാളുടെ അമ്മ മരിക്കുന്നു, അച്ഛൻ കണ്ട ഓർമ്മയില്ല. അപ്പൊ ഇയാളൊരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. എന്തെങ്കിലും ഒരു പണിയൊക്കെ എടുത്ത് ഒരു കുന്നിൻ മുകളിൽ, ഒരു ഉയർന്ന സ്ഥലത്താണ് അയാളുടെ വീട്. എന്നിട്ട് എന്തെങ്കിലും പണിയെടുക്കും, ആ കിട്ടുന്ന കാശ് കൊണ്ട് എന്തെങ്കിലും ഭക്ഷണം വാങ്ങി കഴിക്കും. ആ വേസ്റ്റ് എല്ലാം കൊണ്ട് വീട്ടിൽ കൊണ്ട് കൂട്ടിയിടും. ആരോടും സംസാരിക്കത്തില്ല. വല്ലപ്പോഴുമാണ് അയാള് അതായത് ക്ലീനായി നടക്കുന്നത്, കുളിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, ദൈനംദിന ആക്ടിവിറ്റീസ് പോലും വല്ലപ്പോഴും ഒക്കെ ചെയ്യത്തുള്ളൂ. നീട്ടി വളർത്തിയ താടി, പ്രാകൃതമായ വേഷം, കണ്ട ഒരു ഭ്രാന്തനെ പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആരും അയാളുടെ അടുത്ത് സഹകരിക്കാറുമില്ല.
ആരും അയാളൊന്നും സംസാരിക്കാറുമില്ല. ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. അപ്പൊ ഈ വീട് നിറയെ ഉള്ള വേസ്റ്റ് എല്ലാം കൊന്നുകൂടി ഭയങ്കര സ്മെല്ലായിട്ട് ഇയാളുടെ വസ്ത്രങ്ങൾ വല്ലപ്പോഴുമാണ് കഴുകുക. ചിലപ്പോൾ ആരെങ്കിലും ഒരു പുതിയതൊന്ന് കൊടുക്കുമ്പോൾ പഴയത് ഉപേക്ഷിച്ചിട്ട് പിന്നെ അടുത്ത കിട്ടുന്നവർ അത് തന്നെ ഉപയോഗിക്കും. അങ്ങനെ ജീവിക്കുന്ന ഒരു മീനിങ്ലെസ് ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഒരു ദിവസം അയാൾക്ക് ആരോടും കമ്മിറ്റ്മെന്റും ഇല്ല. ഇങ്ങനെ നടന്നു പോകുമ്പോൾ തെരുവിലൊരു പെൺകുട്ടി ഒരു പൂ കച്ചവടം ചെയ്യുന്ന ഒരു ചെറിയൊരു ബാല്യം, ചെറിയൊരു സ്മോൾ ഗേൾ, അവള് ഫ്ലവേഴ്സ് സെല് ചെയ്യുന്ന അവളുടെ ഗ്രാൻഡ് മദറിന്റെ ഒപ്പം ഇരുന്ന് പൂക്കൾ വിൽക്കുന്ന വിറ്റുകൊണ്ടിരിക്കും. അപ്പൊ ഇയാൾ നടന്നു, ഇയാളുടെ മുഖത്ത് നോക്കി ആരും ഇന്നുവരെ ചിരിച്ചിട്ടേ ഇല്ല. ഇയാൾ ആരെയും നോക്കിയും ചിരിച്ചിട്ടില്ല. ഇയാൾക്ക് ചിരിക്കുന്ന എങ്ങനെയെന്ന് പോലും മറന്നുപോയ ഒരു മനുഷ്യനാണ്. അപ്പൊ ഈ പെൺകുട്ടി അവിടെ ഇരുന്നിട്ട് ഇയാളെ നോക്കി ചിരിച്ചു. ഇയാൾ ഒന്നുകൂടെ നോക്കി, എന്നെയാണോ തന്നെ. അപ്പൊ ഇയാള് ആ കുട്ടിയെ നോക്കി തിരിച്ച് വീണ്ടും ചിരിച്ചു. അടുത്ത ദിവസം അങ്ങനെ 3-4 ദിവസം ഈ പെൺകുട്ടി ഇയാളെ കാത്തിരിക്കും. ഇയാളെ കാണുമ്പോൾ ചിരിക്കും, ഇയാളെ തിരിച്ച് ചിരിക്കും. പിന്നെ അയാള് സ്ഥിരം ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി അതൊരു പെൺകുട്ടിയെ നോക്കി ചിരിക്കാൻ. അങ്ങനെ ഒരു ദിവസം ഇയാളെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് ഈ കുട്ടിയുടെ ഒന്ന് പൂക്കൾ വാങ്ങാനായിട്ട് വരുമ്പോഴേക്കും അന്ന് ഇയാള് പൈസയായിട്ടൊക്കെ തിരിച്ചു വരുമ്പോഴേക്കും അവരുടെ കയ്യിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് എല്ലാം സെല് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഉള്ള ഒരു പഞ്ച് പ്ലാസ്റ്റിക് പൂക്കളാണ്. അത് ഷോയ്ക്ക് വേണ്ടി ഇവിടെ വെക്കുന്നതാണ്. അപ്പൊ അയാള് ചെന്ന് ചോദിക്കുമ്പോ പൂക്കൾ തരുന്നു. അപ്പൊ ഗ്രാൻഡ് മദർ കയ്യിൽ പൂക്കളില്ല, നാളെ വരും. അപ്പൊ ഈ പെൺകുട്ടി പറയും, മുത്തശ്ശി ഈ പൂക്കള് ഈ അങ്കിളിന് കൊടുത്തോട്ടെ എന്ന് പറയാം. അപ്പൊ ശരി, നീ കൊടുത്തോളൂ. ആ പ്ലാസ്റ്റിക് പൂക്കൾ ഈ പെൺകുട്ടി എടുത്ത് അയാൾ കൊടുത്തു. ഇതുകൊണ്ട് അയാളുടെ വീട്ടിലേക്ക് പോയി. അപ്പൊ ഈ കുട്ടിയുടെ ഉള്ള ചിരിയും അയാളുടെ ലൈഫിൽ ഒരു പ്രത്യേക എന്തോ ഒരു പ്രകാശം വന്ന പോലെ അയാൾക്ക് ഫീൽ ചെയ്തു. ഇയാൾ ആ പൂക്കൾ കൊണ്ടുവന്ന് അവിടെ ഒരു വലിയ ഫേർണിച്ചർ ഒന്നും ഇല്ല വീട്ടില്. ഒരു മേശയുണ്ട്, എല്ലാം വാരിയിട്ടേക്കുന്നതാണ്, അവിടെ കൊണ്ടിടും. പിറ്റേന്ന് രാവിലെ ഇയാളെ ഉറക്കം എഴുന്നേറ്റ് കണ്ണൂർ നോക്കുമ്പോൾ ആദ്യം പൂക്കളാണ് കാണുന്നത്. ഇയാൾ എഴുന്നേറ്റ് വന്നപ്പോ പെട്ടെന്ന് പെൺകുട്ടി ആ കുഞ്ഞിനെ ഓർമ്മ വന്നു. അപ്പൊ ഇയാളുടെ മുഖത്ത് അറിയാതെ ഒരു ചിരി വന്നു. അപ്പൊ ഇയാൾ ആലോചിച്ചു, ഇത് ഇങ്ങനെ ഇടണ്ട. ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് ഇയാൾ ആ ഇരിക്കുന്ന അത്രയും സ്ഥലം, ആ ഫ്ലവേഴ്സ് ഇരിക്കുന്ന അത്രയും സ്ഥലം നീറ്റാക്കി വെച്ചു. അടുത്ത ദിവസം വീണ്ടും കുട്ടിയെ കാണുന്നു, ചിരിക്കുന്നു, വരുന്നു. ഇയാള് പിന്നെ ആ ടേബിള് മുഴുവൻ ആ പൂക്കൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷം, ഒരു എനർജി കിട്ടും. ഇയാൾക്കൊരു പ്രതീക്ഷ, ഹോപ്പ്, ഇനി അടുത്ത ദിവസം മോളെ കാണാമല്ലോ, അങ്ങനെ ഒരു സ്നേഹം. എന്നിട്ട് ആ ടേബിൾ മുഴുവൻ വൃത്തിയാക്കി. അടുത്ത ദിവസം ആ റൂം മുഴുവൻ അയാൾ വൃത്തിയാക്കി. പിന്നെ അയാള് റൂമിന് പെയിന്റ് അടിച്ചു. ആ പൂക്കൾ ഇരിക്കാൻ യോഗ്യതയുള്ള വീടാക്കി മാറ്റുക. ഇയാള് ജോലി ചെയ്ത് കാശുണ്ടാക്കി വീട് പെയിന്റ് അടിച്ചു, വീടിന്റെ റിപ്പയർ ഒക്കെ മാറ്റി. ഇയാളെ കംപ്ലീറ്റ് വസ്ത്രങ്ങളെല്ലാം കഴുകി നീറ്റാക്കി വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു. ഇയാളുടെ ഒരുപാട് കാലം വീട്ടിൽ വളർത്തിയ താടിയും മുടിയും ഒക്കെ വൃത്തിയാക്കി കുളിച്ച് നീറ്റായി. അയാള് പിന്നെ ആളുകൾ ഇയാളെ നോക്കി ചിരിക്കാൻ തുടങ്ങി, ഇയാൾ മറ്റുള്ളവരെ നോക്കി ചിരിക്കാൻ തുടങ്ങി. പിന്നെ പതുക്കെ പതുക്കെ അയാൾ ആ സമൂഹത്തിന്റെ ഭാഗമായി മാറുകയാണ്. ഒരു ചെറിയ പുഞ്ചിരി വരുത്തി വെച്ച മാറ്റമാണ്. അതെങ്ങനെ ഹൃദയത്തിലേക്ക് എടുത്തു. അതില് സന്തോഷം കണ്ടെത്താൻ അയാൾ എത്രയും മുരടനായ, ഇത്രയും ജീവിതവുമായിട്ടോ സമൂഹവുമായിട്ടോ ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് ആ ഒരു ചെറിയ ചിരി കൊണ്ട് ഇങ്ങനെ മാറാനും, ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാനും, ഇങ്ങനെ ലൈഫിന് വേറൊരു തലത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തെല്ലാം അനുഭവങ്ങളിലൂടെ, എത്ര കാര്യങ്ങളിലൂടെ, എത്ര മഹത്തായ കാര്യങ്ങൾ ദിവസവും ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഉറപ്പായിട്ട് ഇവിടെ ഇരിക്കുന്നവര് ഇത് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, നല്ല ചിന്തകളുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വൈകുന്നേരം വന്നിരിക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവരാണ്, കുറച്ചുകൂടെ നല്ല ജീവിതം ജീവിക്കണം അർഹതയുള്ള, ഡിസർവിംഗ് ആണ്. അപ്പൊ നമ്മളിങ്ങനെ ഒന്നും നിസ്സാരമാക്കി കളയാതെ എവിടെയാണ് സന്തോഷം, ചെറുതും വലുതും, സന്തോഷത്തിന് ചെറുതും വലുതൊന്നുമില്ല. എപ്പോഴും ഒരു സൈക്കോളജിസ്റ്റ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ എന്തൊരു ആമേൻ, നോബൽ ആമേൻ എന്നോ പറയുന്നത്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയതാണ് ഇപ്പോൾ. ആൽഫ്രഡ് ആമേൻ അങ്ങനെ പറയുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നമ്മൾ ഒരിക്കലും സന്തോഷത്തിന് വേണ്ടി വലിയ കാര്യങ്ങളല്ല തിരക്കി പോകേണ്ടത്. നമ്മൾ ചെറിയ കാര്യങ്ങളിലാണ് സന്തോഷം കണ്ടെത്താറ്. മൈക്രോ മൂമെന്റ്സ്, ഐഡന്റിഫൈ യുവർ മൈക്രോ മൂമെന്റ്സ് ഇൻ യുവർ ലൈഫ്. നമ്മൾ വലിയ കാര്യങ്ങൾ കണ്ടെത്തുമ്പോഴേ സന്തോഷിക്കുന്നുള്ള വാശി കൊണ്ടാണ് നമുക്ക് സന്തോഷം ലഭിക്കാറ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ, പ്രൂവ് ചെയ്യുന്നത് കണ്ട്, അല്ലെങ്കിൽ കുഞ്ഞു ചിരിക്കുന്നത് കണ്ട്, അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നത് കണ്ട്, അല്ലെങ്കിൽ രാത്രി ആകാശത്ത് നോക്കുമ്പോൾ നക്ഷത്രങ്ങളുണ്ട്, സന്തോഷിക്കാൻ അതൊരു കാരണമാകണം. അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവര് നമ്മളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു, സന്തോഷിക്കാനുള്ള ഒരു കാര്യമാണ്.
ദൈവത്തിനോട് നന്ദി പറഞ്ഞു, ദൈവത്തെക്കുറിച്ച് ഓർത്തു, സന്തോഷിക്കാനുള്ള ഒരു കാര്യം. ഒരു വലിയ അല്ലെങ്കിൽ ഒരു ചെറിയ ഏതെങ്കിലും ഒരു ചെറിയ 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 നേട്ടങ്ങൾ പോലും കിട്ടി, സന്തോഷിക്കാനുള്ള ഒരു കാര്യം. ഇങ്ങനെ സന്തോഷിക്കാനുള്ള മൈക്രോ മൊമെന്റ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങുന്ന നിമിഷം നമ്മൾ സന്തോഷം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും. ഒരിക്കലും വലിയ സന്തോഷം മാക്രോ ഇവന്റുകൾക്ക് വേണ്ടി കാത്തിരിക്കാതിരിക്കണം. ചെറിയ ചെറിയ ഒരാളെ നമ്മളെ കുറിച്ച് നല്ല വാക്ക് പറയും, എന്നോ നമ്മൾ കണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരു സുഹൃത്ത് നമ്മളെ വിളിച്ചു, അതൊക്കെ വലിയ സന്തോഷത്തിന്റെ മൊമെന്റുകളല്ലേ. അപ്പൊ എൻഡ് ഓഫ് ദ ഡേ ഒരു ദിവസം സന്തോഷം പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി കൂടി പറഞ്ഞിട്ട് ഇപ്പൊ സെഷൻ പോയിന്റ് അപ്പ് ചെയ്യാം. ഇതൊരു ബ്രെയിൻ എക്സസൈസ് കൂടിയാണ്, സന്തോഷം കണ്ടെത്താനുള്ള ഒരു ബ്രെയിൻ എക്സസൈസ് ആണ്. അതായത് എല്ലാ ദിവസവും എൻഡ് ഓഫ് ദ ഡേ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളൊരു ജേർണലിംഗ് അല്ലെ ജസ്റ്റ് ഒരു ബുക്ക് എടുക്കുക. ഒരു പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ലൈഫ് സ്ക്രിപ്റ്റ് എഴുതുന്നവരുണ്ടാകാം. ഏതെങ്കിലും ഒരു ജേർണൽ, ഒരു ബുക്ക് എടുക്കുക. അതിനകത്ത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ സന്തോഷം തോന്നിയ നിമിഷങ്ങൾ ഏതൊക്കെയാണ്, 5, 6, 10 നിമിഷങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക. ഇത് നിങ്ങൾ ട്രസ്റ്റ് മീ, 1 വീക്ക് നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ബ്രെയിൻ സന്തോഷിക്കുന്ന കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് തരും. കാരണം നിങ്ങളെ ബ്രെയിൻ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും സന്തോഷത്തിൽ മാത്രം. ചെറിയ ചെറിയ സന്തോഷങ്ങളിലൂടെ ബ്രെയിൻ അതിന്റെ സെക്കൻഡ് ഡേ ആദ്യ ദിവസം വലിയ പാടായിരിക്കും സന്തോഷിക്കാൻ. എന്ത് സന്തോഷമായിരുന്നു എനിക്ക് കിട്ടിയത്, ഒരിക്കലും നമ്മൾ സന്തോഷിക്കില്ല എന്നുള്ള വാശി അഫിഡേവിറ്റ് എഴുതി കൊടുത്ത പോലെയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് സന്തോഷം, ഇതൊക്കെയാണോ സന്തോഷം? നമ്മൾ വലിയ സന്തോഷമല്ല, ലോട്ടറി അടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരിക്കലും നമുക്ക് ലോട്ടറി അടിക്കില്ല. അങ്ങനെ നമ്മൾ കാത്തിരിക്കുന്നത് ഓരോ മൊമെന്റും ലോട്ടറിയാണ്. സത്യം പറഞ്ഞാൽ ജീവിക്കുന്നില്ലേ നമ്മളിവിടെ, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലേ, അതൊക്കെ ലോട്ടറിയാണ്. അപ്പൊ ഓരോ മൊമെന്റും ലോട്ടറിയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ സന്തോഷം എപ്പോഴും ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ ദിവസം വലിയ പാടാണ്, എന്താണ് സന്തോഷം. ഞാൻ എൻ്റെ ഒരു ക്ലയന്റിനോടൊത്ത് പറഞ്ഞു, സന്തോഷം കണ്ടുപിടിക്കാനുള്ള 5 തിങ്സ് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതിയിട്ട് എനിക്ക് ഷെയർ ചെയ്യണം. അപ്പൊ അടുത്ത ദിവസം ആളൊരു ഫുഡിയാണ്. രാവിലെ ദോശയും ചമ്മന്തിയും സാമ്പാർ, ഭയങ്കര സന്തോഷം തോന്നി. ഉച്ചയ്ക്ക് അമ്മ നെയ്ച്ചോറും ചിക്കൻ കറിയും വെച്ചു, ഭയങ്കര സന്തോഷം. വൈകുന്നേരം ചായക്ക് അച്ഛൻ പരിപ്പുവട വാങ്ങിക്കൊണ്ടുവന്നു, വീണ്ടും സന്തോഷം. രാത്രി ചിക്കൻ കറിയും ചപ്പാത്തിയുമായിരുന്നു, വലിയ സന്തോഷം. ഇതെല്ലാം സന്തോഷം കണ്ടെത്താനുള്ള വഴി. ഭക്ഷണം കഴിക്കുന്ന സന്തോഷം തന്നെയാണ്, പക്ഷെ അതല്ല നമ്മൾ എഴുതാനത്. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് സന്തോഷം തോന്നിയ നിമിഷങ്ങൾ അത് എന്ത് തന്നെയായാലും അത് നിങ്ങളുമായിട്ടുള്ളൊരു കോൺട്രാക്റ്റ് ആണ്. ഇത് എഴുതി ശീലിക്കുക. അപ്പൊ ആദ്യ ദിവസം പാടായിരിക്കും, സെക്കൻഡ് ഡേ ബ്രെയിൻ ഒരു വർക്ക് കിട്ടിയാൽ ബ്രെയിൻ ഈ പെയിൻ ആൻഡ് പ്ലഷർ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. ഇത് നമ്മളൊരു ഇന്റൻഷൻ സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്യുമ്പോൾ ബ്രെയിന് പിന്നെ അത് കണ്ടുപിടിച്ചേ പറ്റൂ. ബ്രെയിൻ അതിനു വേണ്ടി കഷ്ടപ്പെടും. ഇനി എന്താണ് സന്തോഷം, വൈകുന്നേരം ഞാൻ കുത്തിയിരുന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പൊ രാവിലെ തൊട്ട് ബ്രെയിൻ ഇത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങും, നമ്മൾ അറിയത്തില്ല. നോട്ടീസ് ചെയ്തിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ കൊടുക്കും, അതായത് ഇവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ട്, കുറിച്ചിട്ട് വെച്ചോ, വൈകുന്നേരത്തേക്ക് ഇതൊക്കെ ആവശ്യം വരും. അടുത്ത ദിവസം അങ്ങനെ ഇങ്ങനെ ബ്രെയിൻ ഇങ്ങനെ ഈ ജോലി ഏറ്റെടുത്ത് കഴിയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അല്ലെങ്കിൽ നമ്മൾ കോൺഷ്യസ് മൈൻഡിൽ തന്നെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് നോട്ടീസ് ചെയ്ത് വന്ന് കിടക്കും. വൈകുന്നേരം ഇതെല്ലാം ഓർത്തെടുക്കും. മൂന്നാമത്തെ ദിവസം ഇതൊരു കണ്ടിന്യൂസ് ഏർപ്പാടാണ്, എല്ലാ ദിവസവും എഴുതുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കണ്ടുപിടിച്ച് പറ്റും. ബ്രെയിൻ എന്ത് ചെയ്യുക, ഡ്യൂട്ടി ഏറ്റെടുക്കും. എന്നിട്ട് ഇങ്ങനെ സന്തോഷത്തിന്റെ മൊമെന്റുകൾ കണ്ടുപിടിച്ച് ഒരു 6-7 ദിവസം കഴിയുമ്പോൾ അത് ട്രാക്കിലാവും. പിന്നെ ആൾക്കറിയാം ഇത് എൻ്റെ ഡ്യൂട്ടിയാണ്. പിന്നെ നമ്മളൊന്നും പറയണ്ട, സന്തോഷത്തിന്റെ മൊമെന്റുകൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ പെരുമഴയായിട്ട് പെയ്തു വരും. അപ്പോൾ ഇത്രയും സന്തോഷിക്കാനുള്ള മൊമെന്റ്സ് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നല്ലോ, ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ സന്തോഷം. ഒരു സിനിമാ ഗാനം പോലെ ഇനിയും ഒരു എന്താണ് ആ വരി പാടാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വരി പാടാൻ പറ്റുമോ, എനിക്ക് വളരെ നല്ലത്. ആ ഒരു പാട്ട് മാത്രം മതി. ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞ സന്തോഷം, ഈ ഭൂമിയിൽ നമുക്ക് പരസ്പരം കാണാൻ കഴിഞ്ഞ സന്തോഷം, സ്നേഹിക്കാൻ കഴിഞ്ഞ സന്തോഷം, ഇതുള്ള നന്മകളെല്ലാം അനുഭവിക്കാൻ കഴിഞ്ഞ അതിലേറെ സന്തോഷം, ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിഞ്ഞ സന്തോഷം, മറ്റുള്ളവരെ കെയർ ചെയ്യാനും സ്നേഹിക്കാൻ കഴിയുന്ന സന്തോഷം, കേൾക്കാൻ കഴിയുന്നതും പാടാൻ കഴിയുന്നതും ആസ്വദിക്കാൻ കഴിയുന്നതും എല്ലാം സന്തോഷമല്ലേ. അപ്പൊ ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിലും തേടി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഒരുപാട് ഹാപ്പി ആയിരിക്കുക. അടുത്ത ആഴ്ച വേറൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. 2 minutes ബാക്കിയുണ്ട്. താങ്ക് യു ചന്ദ്രൻ. ഡൗട്ട്സ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്റ്റ് പറയൂ. അടുത്ത ആഴ്ച എന്തിനെ കുറിച്ചാണ് നമുക്ക് വെക്കേണ്ടത്, ഒരു സബ്ജക്റ്റ് ചൂസ്. നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയണമെങ്കിൽ ഞാനത്
അടുത്ത ആഴ്ച ആ സബ്ജക്റ്റ് എടുക്കാം. ഇല്ലേ എല്ലാ ആഴ്ചയും ഞാനല്ലേ ഓപ്റ്റ് ചെയ്യുന്നത്. അടുത്ത ആഴ്ച നിങ്ങളൊന്ന് പറഞ്ഞോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു മാം. പുഷ്പു ആണ്. താങ്ക് യു പുഷ്പു. കഴിഞ്ഞ ക്ലാസ് എനിക്ക് മിസ്സായി, അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം നേരത്തെ കേറി. എന്താ പറയാ, ആരും ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. പക്ഷെ അപ്പൊ എനിക്ക് എന്താന്ന് പറയാ, ഒരു റിഗ്രറ്റ് തോന്നുക. യു ആർ പുട്ടിങ് യുവർ എഫേർട്ട്, യുവർ സൈഡ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചെയ്യണ്ടേന്ന് തോന്നിയിട്ടാണ് ഞാൻ പിന്നെ ക്യാമറയിൽ വന്നിരുന്നത്. താങ്ക് യു സോ താങ്ക് യു വെരി മച്ച് ഫോർ ടുഡേ ടോസ്. താങ്ക് യു. താങ്ക് യു. അടിപൊളിയായിട്ടുണ്ട്. അത് ഓർത്ത് വെക്കും ഞാൻ എപ്പോഴും, താങ്ക് യു. ലൈഫിൽ യൂസ് ചെയ്യും. താങ്ക് യു. നിങ്ങൾ ക്യാമറ ഓൺ ചെയ്തില്ലെങ്കിലും ഈ ചെയ്യുക എന്ന് പറയുന്നതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. സത്യമായിട്ടും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അത് ദാറ്റ്സ് മൈ ചോയ്സ്. ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവരാരും ക്യാമറ ഓൺ ചെയ്യാതിരിക്കുന്നത് അവരുടെ ചോയ്സാണ്, അവരുടെ ഓപ്ഷനാണ്. ഓക്കെ, ഞാനത് അക്സെപ്റ്റ് ചെയ്തു. എനിക്കതൊരു പ്രശ്നമില്ല. ഞാൻ ഇപ്പോൾ കുഷ്ബു പറഞ്ഞപ്പോഴാണ് ഓർത്തത്, കൊച്ചിയിലുള്ള വലിയൊരു കോളേജ്, അതെ നമ്മുടെ ഒരു ആർട്സ് കോളേജ് ഉണ്ടല്ലോ ഇവിടുത്തെ, രാജഗിരിയിലെ MBA സ്റ്റുഡൻസിന് സെഷൻ എടുക്കുക. അപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് സെഷൻസ് ഒക്കെ തുടങ്ങി. അപ്പോൾ അതിനുശേഷം ഓൺലൈൻ സെഷൻസ് ആണ് കൂടുതൽ. പ്രിൻസിപ്പൾ ഇൻവൈറ്റ് ചെയ്തു, വലിയൊരു ടീമുണ്ട് മാഡം, ഓൺലൈൻ സെഷനാണ്, അതുകൊണ്ട് മാഡത്തിന് ബുദ്ധിമുട്ടില്ലല്ലോ, നമ്മൾ കുഴപ്പമില്ല. അപ്പോൾ അവർ കുട്ടികളുടെ മോട്ടിവേഷൻ, ബിസിനസ് മാനേജ്മെന്റ് പഠിക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് സാധ്യതകൾ, ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞതാണ്, മാം ഒരു കാര്യത്തിൽ നമ്മൾ ആദ്യം തന്നെ അപ്പോളജി ചോദിക്കുകയാണ്. കാരണം ഒറ്റ കുട്ടികളും ക്യാമറയുടെ മുന്നിൽ വരില്ല, അത് ഞങ്ങൾക്ക് ഷുവറാണ്. ഇത് വരുന്ന ഇത്രയും ഫാക്കൽറ്റീസ്, എക്സ്റ്റേണൽ ഫാക്കൽറ്റീസ്, ഈവൻ ഇന്റർനാഷണൽ ഫാക്കൽറ്റീസിനെ കൊണ്ടുവന്നാൽ പോലും അവർ ക്യാമറ ഓൺ ചെയ്യാറില്ല. അതുകൊണ്ട് മാം വേറെ ഒന്നും വിചാരിക്കരുത്, നമ്മൾ സഹകരിക്കണം, അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു ഓന്ന് പറഞ്ഞു. പക്ഷെ ഇവരിങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്കൊരു വാശിയായിരുന്നു കേട്ടോ. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങളെ ബിസിനസ് ക്ലാസ് ഇങ്ങനത്തെ കാര്യമാണ് എടുക്കാൻ പോകുന്നത്, ഇങ്ങനെയാണ് പറയാൻ പോകുന്നത്. പക്ഷെ ഞാൻ അതൊന്നുമല്ല സംസാരിക്കാൻ പോകുന്നത്. ക്യാമറ ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ കേൾക്കാൻ കൊതിക്കുന്ന കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നു. ഞാൻ യങ്സ്റ്റേഴ്സിന്റെ ലാംഗ്വേജ്, അവരാഗ്രഹിക്കുന്ന 1-2 സബ്ജക്റ്റുകൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ ഏരിയയിൽ നിന്നും ക്യാമറ ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ അവരെ ചലഞ്ച് ചെയ്യാൻ തുടങ്ങി, അഗെയിൻ ക്യാമറ ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. അവസാനം സത്യം പറഞ്ഞാൽ ആ പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും ഇവരാരും ക്യാമറ ഓൺ ചെയ്തില്ല. പിന്നെ ഈ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം ഇവര്, ഈ പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും എല്ലാവരും, HOD ഉൾപ്പെടെ ക്യാമറ ഓൺ ചെയ്തു. നന്നായിട്ട് ആ സെഷൻ പോയി. ഭയങ്കര അപ്രീസിയേഷൻ ആയിരുന്നു ആ സെഷനെ കുറിച്ച്. അന്നത് ആ കുട്ടികളെല്ലാവരും നല്ല ഫീഡ്ബാക്കും തന്നു. ഈ പറയുന്നവര് പറഞ്ഞ പോലെ പ്രിൻസിപ്പൾ തന്നെ, അവര് തന്നെ ആ മൈൻഡ് സെറ്റിലാണ്. ഇപ്പൊ ചന്ദ്ര ഇപ്പൊ എനിക്ക് മെസ്സേജ് ഇട്ടു, അടുത്ത പ്രാവശ്യം ഫിക്സഡ് മൈൻഡ് സെറ്റും ഗ്രോത്ത് മൈൻഡ് സെറ്റും ഉറപ്പായിട്ടും നമുക്ക് അടുത്ത ആഴ്ചത്തെ സബ്ജക്റ്റ് അതായിരിക്കും. അത് നമുക്ക് നമ്മളെ ട്രാൻസ്ഫർമേഷൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ് ആണ് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആൻഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. താങ്ക് യു ചന്ദ്ര ഫോർ ഗിവിംഗ് മീ ദാറ്റ് സജഷൻ. ചന്ദ്ര എന്ത് ചെയ്യുന്നു? ഹലോ ചന്ദ്ര എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്ന ആളാണോ? ചന്ദ്ര അല്ലേ പറഞ്ഞത് ആ ഒരു സജഷൻ തന്നത്? നോക്കിക്കോട്ടെ. ഓക്കെ, വെരി ഗുഡ് ചന്ദ്ര. ഉറപ്പായിട്ടും ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാനുള്ള വഴികളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുന്ന വഴികളായിരിക്കും അടുത്ത ആഴ്ചത്തെ ക്ലാസ്. നിങ്ങളുടെ ആരുടെയെങ്കിലും സുഹൃത്തുക്കളോ ഫ്രണ്ട്സോ, അതൊരു ഓക്സിറ്റോസിൻ സ്റ്റിമുലേഷന്റെ ഒരു ചാൻസ് ആണ്. ഹെൽപ്പ് എൻകറേജ് അതേഴ്സ്, അതിനൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് വരിക. നല്ലൊരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് അടുത്ത വ്യാഴാഴ്ച വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്.